ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയസ്കന്ധം 8-ാം അധ്യായം. മൈത്രേയ ഉവാച. സത്സേവനീയോ ബദപൂരുവംശോ യല്ലോകപാലോ ഭഗവത്പ്രധാനഃ ബഭൂവിദേഹാജിതകീർത്തിമാലാം പദേ പദേ നൂതനയസ്യ ഭീഷണം. വിതുരരുടെ ചോദ്യത്തെ അഭിനന്ദിച്ചും കൊണ്ട് മൈത്രേയർ മറുപടി പറയുകയാണ്. പുരുവംശത്തിൻ്റെ വംശം സജ്ജനങ്ങൾക്ക് ആശ്രയിക്കുവാൻ തക്ക യോഗ്യതയുള്ളതാകുന്നു. എന്തുകൊണ്ടെന്നാൽ ആ വംശത്തിൽ അഷ്ടദിക്പാലന്മാരിൽ ഒരുവനും ഭഗവാനെ തന്നെ സർവാത്മന പ്രധാനമായി കരുതിയിരിക്കുന്നവനുമായ യമധർമ്മരാജാവായ അങ്ങ് അവതരിച്ചിരിക്കുന്നുവല്ലോ. ശ്രീ ഭഗവാന്റെ പാവനയായ കീർത്തിയെ അടിക്കടി ചോദ്യങ്ങളാൽ ഏറ്റവും പുതിയതാക്കി ചെയ്യുന്ന ഭഗവാന്റെ പ്രശ്നം എത്ര സന്തോഷജനകമായിരിക്കുന്നു. എൻ്റെ ഭാഗ്യം തന്നെ. സോഹം നൃടാം ക്ഷുല്ലസുഖായ ദുഃഖം മഹദ്ഗതാനാം വിരമായ തസ്യ പ്രവർത്തയേ ഭാഗവതം പുരാണം യഥാഹ സാക്ഷാത് ഭഗവാൻ ഋഷിഭ്യഃ. വിതുരരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സൽസമ്പ്രദായത്തെ അനുസരിച്ച് ലോകത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന ശ്രീ മഹാഭാഗവതത്തിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ആ പുരാണത്തെ പറയാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അല്പസുഖത്തിനു വേണ്ടി അധികം ക്ലേശം അനുഭവിക്കുന്ന മനുഷ്യരുടെ ക്ലേശം ശമിക്കുവാൻ ഉപകരിക്കുന്ന സാരോപദേശം ശ്രീ ഭഗവാൻ തന്നെ ഋഷികളോട് ഉപദേശിച്ചിട്ടുണ്ട്. ആ ഉപദേശസാരമാണ് ഭാഗവതം. അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ഞാൻ ഭാഗവത പുരാണത്തെ തന്നെ ഇവിടെ പ്രസ്താവിക്കാം. ആസീനമുർവ്യാം ഭഗവന്തമാദ്യം സംഘർഷണം ദേവമകുണ്ഠസത്വം വിവിത്സവസ്തത്വമതപരസ്യ കുമാരമുഖ്യ മുനയോന്യപൃച്ഛൻ. സനകാദികളായ മുനിമാർ ഒരു കാലത്ത് പരമപുരുഷ തത്വത്തെ അറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സർവജ്ഞനും ഐശ്വര്യപരിപൂർണനുമായ സംഘർഷണമൂർത്തിയോട് ചോദ്യം ചെയ്തു. സ്വമേവധിഷ്ണ്യം ബഹുമാനയന്തം യം വാസുദേവാഭിധമാമനന്തി പ്രത്യഗ്ധൃതാക്ഷാംബുജകോശമീഷാദുന്മീലയന്തം വിബുധോയയായ. ചിത്തത്തിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്ന വാസുദേവനെന്ന് ഋഷികൾ ഏതൊരു ദേവനെ വർണ്ണിക്കുന്നുവോ തൻ്റെ ആശ്രയമായിരിക്കുന്ന ആ ദേവനെ ധ്യാനത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ആരാധിച്ചിരിക്കുന്ന ആ സംഘർഷണമൂർത്തി സനകാദികൾക്ക് തത്വോപദേശം ചെയ്യുവാൻ വേണ്ടിയിട്ട് ധ്യാനാവസരത്തിൽ അർദ്ധനിമീലനം ചെയ്തിരുന്ന ആ നേത്രമാകുന്ന താമരമൊട്ടിനെ സനകാദികളുടെ നേർക്ക് അല്പം വികസിപ്പിച്ചു കൊണ്ടിരുന്ന സമയത്ത് ചോദ്യം ചെയ്തു. ഗംഗാസ്നാനം നിമിത്തം ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജടാഭാരങ്ങൾ കൊണ്ട് സനകാദികൾ ആദിശേഷമൂർത്തിയുടെ പാദം സമർപ്പിച്ചിരിക്കുന്ന താമരപ്പൂവിൻ്റെ സന്നിധിയിൽ നമസ്കരിച്ചുകൊണ്ടാണ് ചോദ്യം ചെയ്തത്. സർപ്പരാജ കന്യകമാർ അനുരൂപ വരന്മാരെ ആഗ്രഹിച്ചുകൊണ്ട് നാനാവിധ പൂജാദ്രവ്യങ്ങളെ കൊണ്ട് ഈ താമരപ്പൂവിനെ പൂജിക്കുക പതിവാകുന്നു. സനകാദികൾ സംഘർഷണമൂർത്തിയുടെ അപാര മഹിമയെ അറിയുന്നവരായിരുന്നതിനാൽ ആ ദേവൻ്റെ അസാധാരണ കർമ്മങ്ങളെ ഭക്തിനിമിത്തം ഇടറുന്ന വാക്കുകളാൽ സ്തോത്രം ചെയ്തുകൊണ്ടാണ് ചോദിച്ചത്. സംഘർഷണമൂർത്തിയാകട്ടെ 1000 കിരീടങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന ഉത്തമരത്നങ്ങളുടെ പ്രഭയാൽ പ്രകർഷേണ ശോഭിക്കുന്ന 1000 പടങ്ങളോടുകൂടിയവനുമായിരുന്നു. അപ്രകാരമിരിക്കുന്ന ആദിശേഷമൂർത്തിയോട് സനകാദികൾ ചോദ്യം ചെയ്തു. നിരതിശയജ്ഞാനസ്വരൂപനായ ഭഗവാൻ ആദിശേഷമൂർത്തി മോക്ഷധർമ്മത്തിൽ തൽപരനായ സനൽകുമാരന് ഉപദേശിച്ചതാണ് ഈ ഭാഗവത ശാസ്ത്രമെന്ന സംഗതി സുപ്രസിദ്ധമാകുന്നു. സാംഖ്യായന മുനി സനൽകുമാര മുനിയോട് ചോദിച്ചതു നിമിത്തം വ്രതാഭിയുക്തനായ സാംഖ്യായനന് സനൽകുമാര മുനി അതിനെ ഉപദേശിച്ചു. പരമഹംസന്മാരുടെ ധർമ്മത്തെ സ്വീകരിച്ചവരിൽ വെച്ച മുഖ്യനായ സാംഖ്യായനൻ ഭഗവാന്റെ സൃഷ്ട്യാദി ലീലകളെ വർണ്ണിപ്പാൻ ആഗ്രഹമുള്ളവനായിരുന്നതിനാൽ ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട ശ്രദ്ധ വിനയാദി ഗുണങ്ങൾ തികഞ്ഞിരുന്ന ഞങ്ങളുടെ ഗുരുവായ പരാശരനും പിന്നെ ബൃഹസ്പതിക്കും ആ ഭാഗവതം ഉപദേശിച്ചു. പുലസ്ത്യ മഹർഷിയുടെ അനുഗ്രഹപൂർവകമായ വരദാന നിമിത്തം പരാശരമുനി മുഖ്യമായിരിക്കുന്ന ആ പുരാണത്തെ ദയനിമിത്തം എനിക്ക് ഉപദേശിച്ചു. എൻ്റെ സ്നേഹത്തിന് പാത്രമായും എന്നോടൊരുമിച്ച് നിത്യം വസിക്കുന്നവനുമായ നിനക്ക് ഞാനതിന് ഉപദേശിക്കാം. പരാശരമുനിയുടെ പിതാവായ ശക്തി എന്ന മുനിയെ ഒരു രാക്ഷസൻ ഭക്ഷിച്ചതായി അറിഞ്ഞ പരാശരൻ
രാക്ഷസന്മാരെ മൂലത്തോടെ നശിപ്പിക്കാനുള്ള ഒരു സത്രം നടത്തുവാനൊരുങ്ങി. രാക്ഷസന്മാർ പുലസ്തമുനിയുടെ സന്താനങ്ങളാണ്. അതിനാൽ അവരെ നാശത്തിൽ നിന്നും രക്ഷിപ്പാൻ വേണ്ടി പുലസ്ത്യൻ പരാശരനോട് സത്രം നിർത്തണമെന്ന് പ്രാർത്ഥിച്ചു. അതനുസരിച്ച് ആ സത്രത്തെ നിർത്തിയപ്പോൾ, അങ്ങ് പുരാണ സംഹിതയെ ലോകത്തിൽ പ്രചരിപ്പിക്കുന്ന മഹാനായി വരും, ഈശ്വരൻ്റെ പരമാർത്ഥ തത്വം ശരിയായിട്ട് ധരിക്കുകയും ചെയ്യും എന്ന വരം കൊടുത്തു. അതിനാൽ പരാശരൻ പുരാണകർത്താവായി. ആദിശേഷൻ്റെ ഉപദേശം നിമിത്തം ഭാഗവതം പാതാളലോകത്തിലും പരാശരൻ്റെ ശിഷ്യപ്രശിഷ്യന്മാർ മുഖാന്തരം ഭൂമിയിലും ബൃഹസ്പതിയിൽ നിമിത്തം സ്വർഗത്തിലും സനൽകുമാരാദി മുനിമാർ മുഖാന്തരം സ്വർഗത്തിൽ നിന്ന് ഉപരിതലങ്ങളായ ലോകങ്ങളിലും പ്രചരിച്ചുവെന്ന് സൂചിപ്പിച്ച ശേഷം പ്രകൃതത്തെ അനുസരിച്ച് ചോദ്യങ്ങളുടെ ഉത്തരം പറയുവാൻ വീണ്ടും ഭാവിച്ച മൈത്രേയർ വിതുരരോട് പറയുന്നു. മഹത്തത്വാദികളുടെ ഉൽപ്പത്തിയെയും അവയുടെ സമ്മേളന നിമിത്തമുണ്ടായ ബ്രഹ്മാണ്ടത്തെയും വിവരിപ്പാൻ വേണ്ടി അതിനു മുമ്പുള്ള പ്രളയാവസ്ഥയെ സൂചിപ്പിക്കുന്നു. സ്വരൂപാനന്ദത്തിൽ രമിപ്പാനുള്ള അവസരത്തെ ആഗ്രഹിച്ച ഭഗവാൻ പരമാത്മാവ് സ്വസൃഷ്ട്യാദി ലീലകളെ അല്പസമയത്തേക്ക് നിർത്തിവെച്ച് യോഗരൂപമായ നിദ്രയെ അംഗീകരിച്ചു. നേത്രങ്ങളെ അർദ്ധനിമീലനം ചെയ്ത് സകലത്തെയും അന്തർഭാഗത്തിലൊതുക്കി ഏകനായിട്ട് ആദിശേഷനാകുന്ന തൻ്റെ ശയനത്തിന്മേൽ എപ്പോൾ ശയിച്ചുവോ അപ്പോൾ ഈ ലോകം മുഴുവനും ജലമായി ഭവിച്ചു. ഇതിന് നൈമത്തിക പ്രളയം എന്ന് പറയുന്നു. നൈമത്തിക പ്രളയത്തിൽ ജീവരാശികളെല്ലാം ഏത് സ്ഥിതിയിലായിരിക്കുന്നു, ഭഗവാന്റെ നിലയെന്ത് എന്നിവയെ ഒന്നുകൂടെ സ്പഷ്ടമാക്കുന്നു. ലോകം മുഴുവനും ജലത്തിൽ മുങ്ങിപ്പോയി. അതിനാൽ സകല സ്ഥൂല വസ്തുക്കളും ജലത്തിൽ ലയിച്ചു. ദേവമനുഷ്യാദി ജീവരാശികളെ മുഴുവനും ഭഗവാൻ തൻ്റെ ശരീരമധ്യത്തിൽ അടക്കി വെച്ചുകൊണ്ട് അപ്പോഴത്തെ തൻ്റെ വാസസ്ഥാനമായ ആ ജലത്തിൽ വസിച്ചു. സൃഷ്ട്യാദി ലീലകളെ തന്നിൽ തന്നെ അടക്കി വച്ചിരിക്കുന്നു. ഇനി പുനഃസൃഷ്ടി ചെയ്യുവാനുള്ള അവസരം വരുമ്പോൾ ഈ സൂക്ഷ്മരൂപമായ ജീവരാശികൾക്ക് സ്ഥൂല ശരീരങ്ങളെ കൊടുക്കുവാൻ വേണ്ടുന്ന മഹദാദി തത്വങ്ങളെ പുറപ്പെടുവിക്കുവാൻ സമർത്ഥയായിരിക്കുന്ന കാലമെന്നു പേരായ ശക്തിയെ പ്രബോധിപ്പിക്കുന്ന സ്വഭാവത്തെ അംഗീകരിച്ചുകൊണ്ടാണ് യോഗനിദ്രയെ അവലംബിച്ചിരിക്കുന്നത്. ഈ സ്ഥിതിയെ സ്പഷ്ടമാക്കുവാൻ ഒരു ഉപമ പറയുന്നു. പ്രകാശവും ദാഹശക്തിയുമുള്ള അഗ്നി ആ സ്വരൂപത്തെ പുറമേ പ്രകാശിപ്പിക്കാതെ അരണിയുടെ അന്തർഭാഗത്തിൽ ഏതുവിധം ഇരിക്കുന്നുവോ അതുപോലെ ഭഗവാനും സൃഷ്ട്യാദി സാമർഥ്യത്തെ ഉള്ളിലടക്കിക്കൊണ്ട് ഇപ്പോൾ യോഗനിദ്ര ചെയ്യുന്നു. സ്വാത്മാനന്ദമാകുന്ന സ്വരൂപത്തോടുകൂടെ ഭഗവാൻ ഈ വിധം 1000 യുഗങ്ങൾ കഴിയുന്ന കാലം വരെ ഈ ജലത്തിൽ ശയിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ രാത്രി അവസാനിച്ചു. രണ്ടാമതും മുമ്പത്തെ പോലെ സൃഷ്ടിപ്പാനുള്ള കാലമായി. അപ്പോൾ ലയിച്ചു കിടക്കുന്ന സർവ്വ ജീവരാശികളെയും വെളിപ്പെടുത്തുന്നതിന് സമർത്ഥയായിരിക്കുന്ന കാലമെന്നു പേരുള്ള ഭഗവത് ശക്തിയെ ഭഗവാൻ സ്വേച്ഛയാ ഉണർത്തുന്നു. ആ ശക്തിയുടെ ഉണർച്ചയിൽ ഭഗവാൻ സൃഷ്ട്യാദി കർമ്മങ്ങളെ വീണ്ടും അംഗീകരിക്കുന്നു. അപ്പോൾ തന്നിൽ ലയിച്ചിരിക്കുന്ന ചരാചരാത്മകങ്ങളായ ജീവരാശികളെ, അവരുടെ സൂക്ഷ്മരൂപങ്ങളെ ഭഗവാൻ നോക്കി. ലോകസൃഷ്ടിക്ക് ഉപകരിക്കുന്ന ഭൂതസൂക്ഷ്മത്തിൽ ഭഗവാന്റെ സങ്കല്പശക്തി പ്രവർത്തിച്ചു. അപ്പോൾ ഭഗവാന്റെ അന്തർഭാഗത്തിലിരിക്കുന്ന അത്യന്ത സൂക്ഷ്മരൂപമായ ഭൂതസൂക്ഷ്മവർഗം കാലശക്തിയാൽ ഉണർത്തപ്പെട്ട രജോ ഗുണത്താൽ പ്രേരിപ്പിക്കപ്പെട്ടു. അപ്പോൾ അങ്കുരാവസ്ഥയെ പ്രാപിപ്പാൻ ഒരുങ്ങി ഭഗവാന്റെ നാഭീനാളത്തെ ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. ഭൂമിയുടെ ഉള്ളിൽ ലയിച്ചു കിടക്കുന്ന വിത്ത് ചൂടും തണുപ്പും പാകത്തിൽ കിട്ടുമ്പോൾ അങ്കുരാവസ്ഥയെ പ്രാപിച്ച് ഭൂമി പിളർന്ന് മുള പൊങ്ങിവരുന്ന രീതിയിൽ ഭഗവാന്റെ ഉള്ളിൽ ലയിച്ചു കിടക്കുന്ന ഭൂതസൂക്ഷ്മം നാഭിദ്വാരത്തിൽ കൂടെ പുറമേ പ്രകാശിച്ചു. പരമാത്മാവായ ശ്രീനാരായണൻ്റെ അന്തർഭാഗത്തിൽ നിന്ന് നാഭിയിൽ കൂടെ പുറമേ പ്രകാശിച്ച ഭൂതസൂക്ഷ്മരൂപമായ ആ താമരമൊട്ട് സകല ജീവരാശികളുടെ സമഷ്ടി സ്വരൂപമായിരിക്കുന്ന ഒരു ദിവ്യ പത്മമായതിനാൽ അതിൽ നിന്നുണ്ടായ കാന്തി സൂര്യപ്രഭയെന്ന പോലെ എങ്ങും വ്യാപിച്ചിരിക്കുന്നതായ ആ കാരണജലത്തെ ഏറ്റവും പ്രകാശിപ്പിച്ചു. ഈ പത്മത്തിൻ്റെ അന്തരംഗത്തിൽ ലയിച്ചു കിടക്കുന്ന ജീവരാശികളുടെ അദൃഷ്ടരൂപമായ കർമ്മത്തെ ബലോന്മുഖമാക്കി തീർക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന കാലശക്തിയുടെ പ്രേരണ നിമിത്തം ആ താമരമൊട്ട് പെട്ടെന്ന് ജലത്തിനു മീതെ പൊങ്ങി പ്രകാശിച്ചു. ഭഗവത് പൂജയ്ക്ക് താമരപ്പൂവിനുള്ള വിശേഷ യോഗ്യതയ്ക്കു കാരണം ഇവിടെ സ്പഷ്ടമാക്കിയിരിക്കുന്നു. സൂര്യതുല്യ തേജസ് ആ പത്മത്തിനുണ്ടായത് ഭഗവാൻ അതിൽ പ്രവേശിച്ചതുകൊണ്ടാണെന്ന് ബോധിപ്പിക്കുന്നു.
ഇനിയുണ്ടാകുന്ന സർവ്വലോകത്തിൻ്റെയും സൂക്ഷ്മരൂപം ഈ താമരമൊട്ടാകയാൽ ഇതിനെ ലോകരൂപമായ താമര എന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ഇത് ഏതൊരു ഭഗവാനിൽ നിന്നുണ്ടായിരിക്കുന്നുവോ ആ ഭഗവാനായ വിഷ്ണു ആ പത്മത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ടാണ് അത്രത്തോളം പ്രകാശം അതിനുണ്ടായത്. സകലത്തിൻ്റെയും അറിവ് തന്നെ സ്വരൂപത്തെ ധരിച്ചുകൊണ്ട് ശോഭിക്കുന്നതിനാൽ വേദമയമെന്ന് പറയപ്പെടുന്ന ബ്രഹ്മദേവൻ ആ പത്മത്തിൽ നിന്ന് ജനിച്ചു. ആ ദേവൻ്റെ ജനനത്തിന് അന്യമായ കാരണം കാണപ്പെടാത്തതിനാൽ സ്വയംഭൂ എന്നുള്ള പേർ ബ്രഹ്മാവിന് സിദ്ധിച്ചിരിക്കുന്നു. മുമ്പത്തെ കൽപ്പം അവസാനിച്ച സമയത്തിൽ ശ്രീനാരായണനോട് ഏകീഭൂതനായിരുന്ന ബ്രഹ്മാവ് മഹാവിഷ്ണു യോഗനിദ്രയിൽ നിന്നുണർന്ന സമയം പത്മദ്വാര സ്വയമേവ പ്രകാശിച്ചു. ഈ കൽപ്പത്തിന് പാത്മം എന്നു പേർ. ആ താമരയുടെ മധ്യത്തിലിരിക്കുന്ന ബ്രഹ്മദേവൻ പൂർവസൃഷ്ടമായ ലോകം എവിടെയെന്ന് നോക്കി കണ്ടില്ല. കണ്ട നാളത്തെ തിരിച്ചുകൊണ്ട് 4 ഭാഗത്തും മേൽഭാഗത്തും ലോകദർശനത്തിനു വേണ്ടി നേത്രങ്ങളെ വ്യാപരിപ്പിച്ചു. 4 ദിക്കും ഏകകാലത്തിൽ കാണുവാൻ തക്കവിധം അപ്പോൾ 4 മുഖങ്ങളുണ്ടായി. ശ്രീനാരായണനെ ഉപാസിച്ചതിനാൽ ഉണ്ടായ ജ്ഞാനപ്രകാശത്തെ ആശ്രയിച്ചാണ് ബ്രഹ്മാവിന് ലോകസൃഷ്ടി സാമർഥ്യമുണ്ടായത്. സ്വതവേ അല്ല എന്ന് കാണിപ്പാൻ ബ്രഹ്മാവിൻ്റെ സമ്മോഹാവസ്ഥയെ ആദ്യമായി വിവരിക്കുന്നു. പ്രളയകാലം അവസാനിക്കാറായപ്പോൾ ഉണ്ടായ കൊടുങ്കാറ്റു നിമിത്തം ഇളകിമറിയുന്ന അനന്തം തിരമാലകളോടുകൂടിയ ജലത്തിൽ നിന്നുണ്ടായ താമരയിലിരിക്കുന്ന ആദിദേവൻ ലോകതത്വസ്വരൂപമായിരിക്കുന്ന ഈ താമരയെക്കുറിച്ചും തന്നെക്കുറിച്ചും ശരിയായ ജ്ഞാനം പ്രകാശിക്കാത്തവനായി തന്നെയിരുന്നു. ഈ താമരയെ ആശ്രയിച്ചിരിക്കുന്നതായ ഞാൻ ആരാകുന്നു? മറ്റ് യാതൊന്നുമില്ലാതിരിക്കുന്ന ഈ ജലത്തിൽ ഈ താമര എവിടെ നിന്നുണ്ടായി? ഇതിൻ്റെ താഴത്തായിട്ട് ഇതിനും ആശ്രയമായിരിക്കുന്ന ഏതാനും ഒരു വസ്തുവും ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അധിഷ്ഠാനമായിട്ടൊരു വസ്തുവിനെ ആശ്രയിക്കാതെ അധിഷ്ഠേയമായിരിക്കുന്ന ഒരു വസ്തു ഉണ്ടാകാൻ തരമില്ലല്ലോ. കാര്യസ്വരൂപമായി കാണപ്പെടുന്ന ഒരു സാധനത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായ ഒരു കാരണദ്രവ്യം ഉണ്ടായിരിക്കണമെന്നുള്ള വിചാരമാണ് ബ്രഹ്മാവിന് ആദ്യമായി ഉണ്ടായ ബോധസ്വരൂപം. ഇങ്ങനെ ആലോചിച്ച് നിശ്ചയിച്ച ബ്രഹ്മദേവൻ ആ താമരത്തണ്ടിൻ്റെ ദ്വാരങ്ങളിൽ കൂടെ ജലാന്തർഭാഗത്തിൽ പ്രവേശിച്ചു. അതിൻ്റെ ഉൽപ്പത്തിസ്ഥാനം ഏതെന്ന് തിരഞ്ഞു, കണ്ടുകിട്ടിയില്ല. അല്ലയോ വിതുര, അപാരമായിരിക്കുന്ന അന്ധകാരത്തിൽ തന്നെ സൃഷ്ടിച്ചത് ആരാണെന്ന് തിരയുന്ന ബ്രഹ്മാവിൻ്റെ മഹത്തായ കാലം അങ്ങനെ കഴിഞ്ഞു. എത്ര കാലമാണിങ്ങനെ കഴിഞ്ഞത് എന്നുള്ള ആകാംക്ഷയ്ക്ക് 100 സംവത്സരം കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്നു. യാതൊരുവിധമായ കാലം പ്രാണികൾക്ക് ഭയത്തെ ജനിപ്പിച്ചുകൊണ്ട് ആയുസ്സിനെ ക്ഷയിപ്പിക്കുന്നുവോ അത്രകാലം ബ്രഹ്മദേവൻ തിരഞ്ഞു. പുറമേ അന്വേഷിച്ചതുകൊണ്ട് തൻ്റെ ഉൽപ്പത്തിസ്ഥാനത്തെ അറിയണമെന്നുള്ള ആഗ്രഹം സാധിക്കാതെ വന്നപ്പോൾ ആ പ്രവൃത്തിയെ മതിയാക്കിയ ആ ബ്രഹ്മദേവൻ രണ്ടാമതും തൻ്റെ വാസസ്ഥാനമായ കമലത്തിൽ വന്നിരുന്നു. അന്തർഭാഗത്തിൽ അന്വേഷിപ്പാൻ വേണ്ടുന്ന പ്രവൃത്തി ആരംഭിച്ചു. ശ്വാസങ്ങളെ ക്രമത്തിലടക്കി മറ്റു വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെയും പിടിച്ചടക്കി തൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായ വസ്തു ഏതാണോ അതിനെ സാക്ഷാത്കരിക്കണം എന്നുള്ള ദൃഢഭാവനയാകുന്ന സമാധി യോഗത്തെ പ്രാപിച്ചു. 100 സംവത്സരം കാലം അനുഷ്ഠിച്ചതായ ആ സമാധി യോഗം നിമിത്തം തൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന പരമാർത്ഥ പുരുഷനെ അറിയുവാനുള്ള യോഗ്യത സിദ്ധിച്ചു. ഇതിനു മുമ്പ് പുറമേ അന്വേഷിച്ചതുകൊണ്ട് കണ്ടുകിട്ടാതിരുന്ന ആ സത്യവസ്തു തൻ്റെ ഹൃദയമധ്യത്തിൽ വിളങ്ങുന്നതായിട്ട് ബ്രഹ്മദേവൻ കണ്ടു. പുറത്തല്ല, ഉള്ളിലാണ് ഭഗവാനെ അന്വേഷിക്കേണ്ടത് എന്ന പരമരഹസ്യം ഇവിടെ സൂചിപ്പിക്കുന്നു. ഭഗവത് സാക്ഷാത്കാരത്തിന് ക്രിയാകലാപങ്ങൾ പോരാ, ധ്യാനം തന്നെ വേണം. ബ്രഹ്മദേവൻ സമാധിയിൽ സ്വാന്തർഭാഗത്തിൽ കണ്ട പുരുഷോത്തമ സ്വരൂപത്തെ വർണ്ണിക്കുകയാണ്. ആദപത്രം പോലെ വിസ്തീർണമായ ശിരസ്സുകളിലുള്ള രത്നങ്ങളുടെ പ്രഭനിമിത്തം അന്ധകാരം നശിച്ചിരിക്കുന്ന യുഗാന്തജലത്തിൽ താമര വളയം പോലെ ധവള നിറത്തിലിരിക്കുന്ന ആയതമായ ആദിശേഷ ശരീരമാകുന്ന ശയനത്തിൽ കിടക്കുന്ന ഏകനായ പുരുഷനെ ബ്രഹ്മാവ് കണ്ടു. ആദിശേഷനിൽ ശയിക്കുന്ന ആ ഏക പുരുഷൻ മരതക പർവ്വതത്തിൻ്റെ ഭംഗിയെ സ്വഭംഗിയാൽ തിരസ്കരിക്കുന്നതായിട്ട് ബ്രഹ്മാവിന് തോന്നി. ഏതേതു ഭാഗത്താൽ പർവ്വതത്തിൻ്റെ ഏതേതംശത്തെ ജയിച്ചുവെന്ന് കാണിക്കുന്നു. സന്ധ്യാകാലത്തിലുള്ള മേഘമാകുന്ന വസ്ത്രം പർവ്വതത്തിനുണ്ട്. ആദിപുരുഷൻ ധരിച്ചിരിക്കുന്ന പീതാംബരത്താൽ ഈ മേഘകാന്തിയെ നിസ്സാരമാക്കി തീർത്തു. കിരീടത്തിലുള്ള സ്വർണകാന്തി പർവ്വത ശിഖരത്തിനുള്ള സ്വർണത്തെയും ഭഗവാന്റെ വക്ഷസ്ഥലത്തിലുള്ള കൗസ്തുഭം എന്ന രത്നം പർവ്വതത്തിലുള്ള രത്നത്തെയും ഭഗവാന്റെ മുത്തുമാല പർവ്വതത്തിൽ നിന്നൊഴുകുന്ന ജലധാരയെയും
ഭഗവാന്റെ തുളസിമാല പർവ്വതത്തിലെ സൗരഭ്യമുള്ള പുഷ്പങ്ങളെയും ഭഗവാന്റെ ബാഹുക്കൾ മുളകളാകുന്ന പർവ്വതബാഹുക്കളെയും ഭഗവാന്റെ പാദങ്ങൾ പർവ്വതപാദങ്ങളെന്ന പോലെ ശോഭിക്കുന്ന വൃക്ഷങ്ങളെയും നിസ്സാരമാക്കി തീർത്തു. ഇപ്രകാരം മരതകപർവ്വതത്തെ തിരസ്കരിക്കുന്ന മഹാപുരുഷനെ കണ്ടു. 3 ലോകവും പ്രയാസം കൂടാതെ തങ്കലടങ്ങിയിരിക്കുവാൻ മതിയായ ദൈർഘ്യവും വിസ്താരമുള്ളതും നാനാവിധങ്ങളും ദിവ്യങ്ങളുമായിരിക്കുന്ന വസ്ത്രാഭരണങ്ങളുടെ ശോഭയാൽ മരതക പർവ്വത ശോഭയെ ധിക്കരിക്കുന്നതും അതിനു മതിയായിരിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞിരിക്കുന്നതുമായ ശരീരത്തോടു കൂടിയ പുരുഷനെ കണ്ടു. ഏതുമാതിരി ശരീരമുണ്ടാകണമെന്ന് സങ്കല്പിക്കുന്നുവോ തൽക്ഷണം ആ മാതിരി ദേഹം സിദ്ധിക്കാൻ തക്കതായ ഇച്ഛാശക്തിയോടുകൂടിയിരിക്കുന്ന പുരുഷോത്തമനായിരുന്നതിനാൽ ഈ മാതിരി ദേഹധാരണം പ്രയാസപ്പെട്ടു ചെയ്തതല്ല, സങ്കല്പമാത്രത്താൽ സിദ്ധിച്ചതായിരുന്നു. ഹിംസാദി ദോഷങ്ങളുടെ സമ്പർക്കം പോലും ഇല്ലാതിരിക്കുന്ന പരിശുദ്ധമായ ഭക്തിമാർഗത്തെ അവലംബിച്ചിട്ട് ഭഗവാനോടുള്ള ഐക്യമാകുന്ന പരമപുരുഷാർത്ഥത്തെ പ്രാപിക്കുവാൻ ആഗ്രഹിച്ച് പൂജിക്കുന്ന പുരുഷന്മാരുടെ അഭീഷ്ടത്തെ നൽകുന്നതും നഖമാകുന്ന ചന്ദ്രനിൽ നിന്നുണ്ടാകുന്ന കിരണങ്ങളുടെ സ്പർശം നിമിത്തം വിടർന്നിരിക്കുന്ന വിരലുകളാകുന്ന ദളങ്ങളോട് കൂടിയിരിക്കുന്നതുമായ സർവാഭീഷ്ട പ്രധാന സമർത്ഥമായിരിക്കുന്ന സ്വപാദപത്മത്തെ കരുണനിമിത്തം പ്രത്യക്ഷമായി കാട്ടിക്കൊടുക്കുന്ന പുരുഷോത്തമനെ കണ്ടു. ഭംഗിയുള്ള നാസികയും പുരികങ്ങളുമുള്ളതും അതിപ്രഭയുള്ള കർണാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതും തൊണ്ടിപ്പഴം പോലെ അത്യരുണമായിരിക്കുന്ന അധരശോഭ നിമിത്തം രക്തമെന്ന പോലെ ആയിരിക്കുന്നതും ലോകങ്ങൾക്കുള്ള 3 വിധ താപങ്ങളും നിശേഷം സംഹരിക്കുന്നതിന് മതിയായിരിക്കുന്ന മന്ദഹാസത്തോടു കൂടിയതുമായ മുഖത്താൽ സ്വഭക്തന്മാരെ ആദരിച്ചാനന്ദിപ്പിക്കുന്ന ഭഗവാനെ കണ്ടു. കദംബ പുഷ്പങ്ങളുടെ കേസരങ്ങൾ പോലെ മഞ്ഞ നിറമുള്ള പട്ടുകൾ കൊണ്ടും സ്വർണത്തിൽ വിലയേറിയ രത്നങ്ങൾ പതിച്ചിരിക്കുന്ന അമൂല്യമായ അരഞ്ഞാൺ കൊണ്ടും അരക്കെട്ടിൽ അലങ്കരിച്ചും ശ്രീവത്സം എന്ന മറുവുള്ള മാറിടത്തിനുചിതമായിരിക്കുന്നതും വിലമതിപ്പാൻ കഴിയാത്തതുമായ മുത്തുമാലയോടുകൂടിയുമിരിക്കുന്ന പുരുഷനെ കണ്ടു. ഭഗവാനെ ചന്ദനവൃക്ഷമായിട്ട് വർണ്ണിക്കുന്നു. ഉത്കൃഷ്ട ശോഭയുള്ള രത്നങ്ങൾ പതിച്ചിരിക്കുന്ന തോൾവളകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന കൈകളാകുന്ന അനേകം കൊമ്പുകളോടും സ്പഷ്ടമായി കാണപ്പെടാതിരിക്കുന്ന ബ്രഹ്മമാകുന്ന മൂലത്തോടും 3 ലോകത്തെയും വ്യാപിപ്പിക്കുവാൻ തക്കവിധം വലിപ്പത്തോടുകൂടിയും ആദിശേഷനാകുന്ന സർപ്പത്തിൻ്റെ അവയവങ്ങളാൽ ചുറ്റപ്പെട്ടുമിരിക്കുന്ന ഭഗവാനാകുന്ന ചന്ദനവൃക്ഷത്തെ ബ്രഹ്മദേവൻ കണ്ടു. ഭഗവാനാകുന്ന മഹത്തായ പർവ്വതത്തെ ബ്രഹ്മദേവൻ കണ്ടു. 2 പേർക്കും സാദൃശ്യം കാണിക്കുന്ന വിശേഷണങ്ങൾ. ചരാചര ആത്മകമായിരിക്കുന്ന ലോകം ഇപ്പോൾ ഭഗവാനെ ആശ്രയിച്ചാണിരിക്കുന്നത്. പർവ്വതത്തിലും പക്ഷിമൃഗാദികളാകുന്ന ചരങ്ങളും വൃക്ഷലതാദികളാകുന്ന അചരങ്ങളും വസിക്കുന്നുണ്ട്. പർവ്വതത്തിൽ സർപ്പങ്ങൾ വസിക്കുന്നതിനാൽ പർവ്വതം സർപ്പബന്ധുവാകുന്നു. ഭഗവാൻ ആദിശേഷനാകുന്ന സർപ്പത്തിൽ വസിക്കുന്നതുകൊണ്ട് ആദിശേഷ ബന്ധുവുമാകുന്നു. മന്ദരാദി പർവ്വതങ്ങൾ ജലത്തിൽ സ്പർശിക്കപ്പെട്ടിരിക്കും. ഭഗവാനും പ്രളയജലത്താൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അനേകം കിരീടങ്ങൾ ഭഗവാന്റെ ശിരസ്സിൽ ശോഭിക്കുന്നു. മേരുവാദി പർവ്വതങ്ങൾക്കും അനേകം സ്വർണ്ണ ശിഖരങ്ങളുണ്ട്. ഭഗവാന്റെ മധ്യപ്രദേശമായ മാറിടത്തിൽ കൗസ്തുഭം എന്ന രത്നമുണ്ട്. പർവ്വതങ്ങളുടെയും ഉള്ളിൽ രത്നങ്ങളുണ്ടായിരിക്കും. ഇപ്രകാരം എല്ലാ സംഗതികളും തുല്യമായിരിക്കുന്നതുകൊണ്ട് പർവ്വതം പോലെ പ്രകാശിക്കുന്ന ഭഗവാനെ ബ്രഹ്മാവ് കണ്ടു. വേദങ്ങളാകുന്ന വണ്ടുകൾ സ്വകീർത്തിയെക്കുറിച്ച് കീർത്തിക്കുന്നുവോ എന്ന് തോന്നുമാറ് ചുറ്റും പറന്നുകൊണ്ടിരിക്കുന്ന വണ്ടുകളുടെ ശബ്ദത്തോടു കൂടിയിരിക്കുന്ന വനമാല കണ്ടം മുതൽ പാദം വരെ നീണ്ടുകിടക്കുന്നുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, വായു, അഗ്നി എന്നിവരുടെ വ്യാപാരങ്ങൾ കൊണ്ട് വികാരത്തെ പ്രാപിക്കാതെ എപ്പോഴും ഏകരൂപനായിരിക്കുന്നു. 3 ലോകങ്ങളിലും പ്രാപിക്കുവാൻ തക്ക ശോഭയോടുകൂടിയ സുദർശനാദികളായ ആയുധങ്ങൾ സ്വരൂപത്തെ ധരിച്ചുകൊണ്ട് രക്ഷാർത്ഥം 4 ഭാഗത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ മറ്റാർക്കും അടുത്തു ചെല്ലുവാൻ സാധിക്കുകയില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദിവ്യ പുരുഷരൂപമായിട്ട് ശ്രീഹരിയെ കണ്ടു. പരമപുരുഷനെ എപ്പോൾ കണ്ടുവോ അപ്പോൾ തന്നെ ആ പുരുഷോത്തമൻ്റെ നാഭിയാകുന്ന തടാകത്തിൽ ഒരു താമരപ്പൂവിനെയും അതിലിരിക്കുന്ന തന്നെയും പ്രളയജലം, വായു, ആകാശം എന്നിവയെയും കണ്ടു. ലോകത്തെ പ്രകാശിപ്പിക്കണമെന്നുള്ള വാസനയോടുകൂടിയവനാകയാൽ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ ഇവയെ കൂടാതെ അന്യമായിട്ടൊന്നും തന്നെ കണ്ടില്ല. സകർമ്മബീജം രജസോപരക്തഃ പ്രജാസി സൃഷന്നിയദേവ ദൃഷ്ട്വാ
അസ്തൗതി സർഗാഭിമുഖസ്തമീഡ്യ അവ്യക്തവർമ്മന്യഭിവേശിതാത്മാ. പ്രജകളെ ജനിപ്പിക്കുവാൻ മനസ്സിരുത്തിയവനും രജോ ഗുണത്താൽ വ്യാപിക്കപ്പെട്ടവനുമായ ബ്രഹ്മദേവൻ മേൽപ്പറഞ്ഞ വിധം ഭഗവാനെയും താമരപ്പൂവിനെയും പ്രളയജലത്തെയും വായുവിനെയും ആകാശത്തെയും കണ്ട ഉടനെ ലോകത്തിൻ്റെ കാരണമായിരിക്കുന്ന ഭഗവാൻ ഇദ്ദേഹം തന്നെ എന്ന് നിശ്ചയിച്ചു. ആരാലും അറിയപ്പെടുവാൻ കഴിയാത്ത മാർഗത്തോടുകൂടിയ ആ ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിച്ചു. തൻ്റെ കാര്യം സാധിപ്പിക്കുവാൻ ശക്തനായ ദേവൻ ഇതുതന്നെ എന്ന് നിശ്ചയിച്ച് സ്തുത്യനായ ആ ഭഗവാനെക്കുറിച്ച് സ്തോത്രം ചെയ്തു. 8-ാമത്തെ അധ്യായം സമാപിച്ചു. 9-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.